അല്ല, അങ്ങനെ NSSനെതിരെ വിമർശനമല്ലല്ലോ, അതൊരു ഒരു പ്രത്യേക പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ അവർ പറഞ്ഞത് NSS ആരുടെയും അങ്ങനെ മന്നത്ത് പത്മനാഭൻ എന്നുള്ളത് ആരുടെയും സ്വകാര്യ സ്വത്തൊന്നും അല്ലല്ലോ. അത് തന്നെയാണ് പറഞ്ഞത്. കാരണം മന്നത്ത് പത്മനാഭൻ എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ പൊതു സ്വത്താണ്. അത് മന്നത്ത് പത്മനാഭനായാലും ശ്രീനാരായണ ഗുരുദേവനായാലും അയ്യങ്കാളിയായാലും ഒക്കെ ഭാരതത്തിൻ്റെ പൊതു സ്വത്താണ്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ ഭാരത കേസരിയാണ്, അല്ലാതെ നായർ കേസരി എന്നല്ലല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്, ഭാരത കേസരിയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഈ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഈ നമ്മുടെ സമൂഹത്തെ ഇന്ന് കാണുന്ന സമൂഹമാക്കാൻ പ്രയത്നിച്ചത് അവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മന്നത്ത് പത്മനാഭൻ സാമൂഹ്യ പരിഷ്കരണം നടത്തിയത് നായന്മാർക്കിടയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളെന്ന നിലയിൽ അദ്ദേഹം ഒരു പൊതു സ്വത്താണ്, എല്ലാവരുടേതുമാണ്. നാരായണ ഗുരുദേവൻ ഈഴവരുടെ മാത്രമല്ല, അതേപോലെ മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമിയും നായന്മാരുടേത് മാത്രമല്ലല്ലോ, അയ്യങ്കാളി KPMSന്റെ മാത്രമല്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും പൂർവികരാണ് അവരെ എന്നാണ് BJPയുടെ അഭിപ്രായം. അതുകൊണ്ട് അക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞതും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി പറഞ്ഞതും ഒക്കെ വളരെ കൃത്യമായ കാര്യമാണ്. അങ്ങനെ ആ മന്നത്തിനെ പോലെ അല്ലെങ്കിൽ ഗുരുദേവനെപ്പോലെയൊക്കെയുള്ള ആൾക്കാരിൽ നിന്നും ഊർജം ഉൾക്കൊള്ളാൻ പുതിയ തലമുറ ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്നത് അതൊരു പുരോഗമന നിലപാടല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം മന്നം എല്ലാവരുടേതുമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ഇവിടെയൊക്കെ വന്ന് പുതിയ തലമുറയ്ക്ക് ഊർജം കിട്ടിയാൽ അവർ പുതിയ ഒരു മനുഷ്യരായി മാറാൻ അത് സഹായമാകുന്നു എങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇപ്പോൾ അതിന് നേതൃത്വത്തിലിരിക്കുന്നവർ ചെയ്യേണ്ടത്. സ്വാഭാവികമായും അക്കാര്യങ്ങൾ മന്ത്രി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.